ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശുദ്ധമായ നെയ്യ് ഇന്ന് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 2 ആഴ്ച പാല് കാച്ചി പാൽപ്പാട ശേഖരിച്ച് വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതാ ബട്ടർ മിൽക്ക് വേറെ കിട്ടിയത്. ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോഴേക്കും ബട്ടർ വേറെ ബട്ടർ മിൽക്ക് വേറെ ആയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാത്തിനെയും ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പിന്നില്ലേ, നമ്മൾ പാല് കാച്ചി വെക്കില്ലേ, അത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ബട്ടർ കിട്ടും കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ഇനി അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂണ് നെയ്യ് ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വയറ് ശുദ്ധിയാവാൻ നല്ലതാണ്. ഇതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ ബട്ടറിനെയും ഞാൻ രണ്ടും വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എനിക്ക് ഇത്രയും ബട്ടറും ബട്ടർ മിൽക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ചത്തെ എൻ്റെ ശേഖരണമാണ് കേട്ടോ ഈ ബട്ടർ. ഇനിയിപ്പോ ഇതാ നമ്മള് കിട്ടിയ ബട്ടറിനെ ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കി ഉരുക്കി എടുക്കണം കേട്ടോ. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കണേ. ഉരുക്കി എടുക്കലാണ്. നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. ബട്ടർ വേണ്ടവർക്ക് ബട്ടറായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് ബട്ടറിന്റെ ആവശ്യമില്ല. ബട്ടറിന്റെ ആവശ്യമില്ലാന്നല്ല, എനിക്ക് കുഞ്ഞിന് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് അതിനു വേണ്ടിയിട്ടാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇതാ ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് എത്രയും കിട്ടി, അത്രയും ബട്ടറിന്ന് എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടാ.
ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് കുറച്ചുണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ ആ ബോട്ടിലിൽ തന്നെ ഞാൻ ഇതും കൂടെ സൂക്ഷിച്ചു വെക്കാൻ എന്നിട്ട് അതിൽ വെച്ച് വെക്കുകയാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതിനകത്ത് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് നമ്മൾ മൂടിയിട്ട് ഒരു ഓവർനൈറ്റ് സൂക്ഷിച്ചു വെക്കണേ. ഇപ്പൊ ഇതാ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ബട്ടർ മിൽക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പുളിയില്ലാത്ത അടിപൊളി ബട്ടർ മിൽക്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.